ഹലോ ഫ്രണ്ട്സ്, പവർപോയിന്റ് ബേസിക് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പവർപോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധതരം ഡിസൈനുകളെ കുറിച്ച് മനസ്സിലാക്കാം. അതിനായി നമുക്ക് ആദ്യം ഡിസൈൻ എന്ന ടാബിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള ഒരു തീം സെലക്ട് ചെയ്യാം. ഇതിൽ ഒരുപാട് തീംസ് അവൈലബിൾ ആയിട്ടുണ്ട്. അവയെല്ലാം കാണാനായി ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു തീം സെലക്ട് ചെയ്യാം. അതുവഴി നമ്മുടെ പവർപോയിന്റ് പ്രസന്റേഷനെ കുറച്ചുകൂടി മനോഹരമാക്കാം. സോ ഞാനിപ്പോൾ ഈ ഒരു തീം സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ആ ഒരു തീം ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഈ ടൈറ്റിൽ സ്ലൈഡിന് ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടി അഫക്റ്റ് ആവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു തീം അപ്ലൈ ആയിരിക്കുന്നത്. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളൊരു തീം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അതല്ലാതെ നമ്മൾ ഒരുപാട് ഡേറ്റാസ് ഇതിൽ നൽകി വീണ്ടും ഒരു തീം അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആദ്യം നൽകിയ ഡേറ്റാസിനെല്ലാം അഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു തീം ഇവിടെ അപ്ലൈ ആവുക. സോ അതെപ്പോഴും ശ്രദ്ധിക്കണം. സോ തൽക്കാലം ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ടൈറ്റിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നൽകി കഴിഞ്ഞാൽ ഈ തീമിൽ അവൈലബിൾ ആയിട്ടുള്ള കളറിലാണ് ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. ഇനി ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേരിയൻസ് എന്നുള്ള ഒരു ഗ്രൂപ്പ് കാണാം. ഇതിൽ നിന്നും നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത തീമിന് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത തരം കളറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, താഴെ ഇവിടെ കസ്റ്റമൈസ് കളേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു തീമിനെ കസ്റ്റമൈസ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലെ ഫോണ്ടുകളും നമുക്ക് ചേഞ്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഓരോ എഫക്ട്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കാണാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള ഡീറ്റെയിൽസിന് അനുയോജ്യമായിട്ടുള്ള വേരിയൻസ് അല്ലെങ്കിൽ കളർ, ഫോണ്ട്സ് തുടങ്ങിയവ നമുക്ക് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ഞാനിവിടെ സബ് ടൈറ്റിൽ എന്ന് ടൈപ്പ് ചെയ്ത് നൽകിയപ്പോൾ ഇവിടെ ഒരു ബുള്ളറ്റ് പോയിന്റ് വന്നത്. സോ നമുക്ക് പവർ പോയിന്റിൽ ഓരോ ലൈൻസും നൽകുമ്പോഴും ഇതുപോലെ ബുള്ളറ്റ് പോയിന്റ്സ് നൽകാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ ഇവിടെയും അതേപോലെ ഒരു ബുള്ളറ്റ് പോയിന്റ് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ അപ്ലൈ ആയിട്ടുള്ള ഈ ബുള്ളറ്റ് പോയിന്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിലോ, അതിനായി ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഇവിടെ ഹോം ടാബിൽ വന്നു കഴിഞ്ഞാൽ ഈ പാരഗ്രാഫ് എന്നുള്ള ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ആദ്യത്തെ ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുള്ളറ്റ് പോയിന്റിന്റെ സ്റ്റൈൽസും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി അതല്ല, നമ്മൾക്ക് 1, 2, 3 എന്നുള്ള രീതിയിൽ നമ്പറാണ് നൽകേണ്ടതെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ABC തുടങ്ങിയ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. സോ അത്രയുമായിരുന്നു പവർപോയിന്റ് ഡിസൈൻസിനെ കുറിച്ചുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.